നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെർമിസെല്ലിയാണ്. 1 കപ്പ് വെർമിസെല്ലിക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വരെ ആവാം, നല്ല മധുരം വേണമെങ്കിൽ. പിന്നെ ഞാൻ 5 ടേബിൾ സ്പൂൺ ഗീ യൂസ് ചെയ്യുന്നുണ്ട്. കാഷ്യൂ നട്ട്സും കുറച്ച് റൈസിൻസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് ഏലക്കാപ്പൊടിയും കളറിന് വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു കുങ്കുമപ്പൂവും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിബിൾ കളേഴ്സ് ചേർക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ചേർക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗീ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തൊന്ന് ബ്രൗണിഷ് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ റൈസിൻസ് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ ഫ്രൈ ചെയ്തൊരു പാനിലോട്ട് മാറ്റാം. എൻ്റെ കാഷ്യൂ നട്ട്സ് ഇച്ചിരി കൂടി ഫ്രൈ ആയിപ്പോൾ, ഇത്രയും ഫ്രൈ ആവേണ്ട കേട്ടോ, ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം നമുക്ക് ഈ പാൻ തന്നെ വീണ്ടും എടുത്തിട്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ ഈ വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് 2-3 മിനിറ്റ് ഫ്രൈ ആക്കണം കേട്ടോ. എൻ്റേത് വോൾ വീറ്റ് വെർമിസെല്ലിയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടി പെട്ടെന്ന് കുക്കാവും. അപ്പം ഓരോ വെർമിസെല്ലിയുടെ അനുസരിച്ചാണ് കുക്കിംഗ് ടൈം. അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മിനിറ്റ് ഡിഫർ ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം, നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇനി ഈ ഒരു പാൻ തിരിച്ചും വെച്ചിട്ട് നമ്മൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 കപ്പ് വെർമിസെല്ലി അല്ലേ എടുത്തിരിക്കുന്നത്, അപ്പം 1 കപ്പ് വെർമിസെല്ലിക്ക് 2 കപ്പ് വെള്ളം. ഇതൊന്ന് തിളയ്ക്കണം. അപ്പം എൻ്റെ കുറച്ച് തമിഴ് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പം ഉങ്ങൾക്കാக തമിഴ് ഫ്രണ്ട്സ് ഉങ്ങൾക്കാக நான் സബ്ടൈറ്റിൽ പോട്ടിருக்கேன், കണ്ടിപ്പാக பாருங்க, സബ്സ്ക്രൈബ് பண்ணுங்க. അപ്പം നമ്മുടെ വെള്ളം തിളച്ചു. അപ്പോൾ ഇതിലോട്ട് നമ്മൾ തിരിച്ചും വെർമിസെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തോട്ടിപ്പം എഡിബിൾ കളർ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാഫ്രോൺ, നമ്മൾ ഓൾറെഡി ഒരു കുറേ നേരം മുമ്പ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തുകൊണ്ട് നല്ലോണം നിറം ഇളകി. അപ്പം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വെർമിസെല്ലി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്, കാരണം ഇവിടെ എൻ്റെ വൈറ്റ് ഷുഗർ ഇല്ലാത്തത് കൊണ്ട്. നിങ്ങൾ വൈറ്റ് ഷുഗർ തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പം ഇത് ഷുഗർ ചേർത്തുമ്പോൾ തിരിച്ചും ഒരു ഇതുപോലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലോട്ടാവും. അപ്പം നമ്മൾ വേഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇതുപോലെ കട്ടിയായി വരും. തീ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടുക്കി പിടിക്കും ഷുഗർ ആഡ് ചെയ്ത ശേഷം. നമുക്ക് ഈ ഒരു സമയത്ത് കാഷ്യൂ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന. അപ്പം നമ്മുടെ കേസരി ഓൾമോസ്റ്റ് 90% റെഡിയായി. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിലെന്ത് ചേർത്ത് കൊടുക്കാം? ഏലക്കാപ്പൊടി ലാസ്റ്റ് ചേർത്തെങ്കിലേ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ കേസരി ഒരു 99% റെഡി ആയിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഏറ്റവും ലാസ്റ്റിൽ ഗീ ആണ്. അപ്പോൾ ഗീ നമ്മൾ 5 ടേബിൾ സ്പൂണിൽ 2 ആദ്യം എടുത്തു, ബാക്കിയുള്ള 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നെയ്യൊക്കെ ചേർത്ത ശേഷം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കേസരി റെഡിയായി. നമുക്കിതിനെ ഇനിയും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചൂടാറി കഴിയുമ്പം ഇതുപോലെ ആയിരിക്കത്തില്ല, ഒന്ന് തൊടാണ്ട് നിൽക്കും. ഇപ്പം നല്ല മണം, നല്ല ടേസ്റ്റി ഹൽവയാണ്. ഇപ്പം നല്ല പുക കണ്ടില്ലേ, നല്ല പുക പറക്കുന്ന ചൂടാണ്. ഇപ്പം നമുക്ക് ചൂടാറിയ ശേഷം നോക്കാം. കണ്ടില്ലേ, യമ്മിയല്ലേ കാണാൻ തന്നെ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കൂ. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ടാറ്റ ബൈ.